മഴയാണ്, മഴ മഴ. അങ്ങോട്ട് പോകാറങ്ങിയ മഴ അല്ലേ? 10 മിനിറ്റ് ആയില്ല മഴ പെയ്തിട്ടില്ലേ? 5 മിനിറ്റ് ആയി. വെള്ളപ്പൊക്കം കണ്ടോ? സത്യവളിയോ? അമ്മോ, ഇത്ര നേരം ഭയങ്കര ചൂട്. മഴ തീരുന്നു. അങ്ങനെ മഴ തീരുന്നു, ചെറുതായിട്ട് മഴയൊക്കെ തോന്നും. ഓ, വീണ്ടും കൊടുതൂക്കിലോട്ട് പോവാണെങ്കിൽ ഇതാണ് എൻട്രൻസ്. മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. മഴയത്ത് വ്ളോഗ്. ഇവിടെ പണിയൊക്കെ കഴിഞ്ഞല്ലേ? ഗുഹയിലോട്ടല്ലേ പോണേ? ഗുഹയിലോട്ട്. അപ്പൊ മഴയൊക്കെ കുറച്ച് മാറി, കാലാവസ്ഥ സെറ്റായി. താഴെ അവിടെ ഒരു പാറ ഉണ്ടല്ലോ, അവിടെ കയറിയ നേരത്തെ കാണാം. അക്ഷയ കോംപ്ലക്സ് ഏകദേശം ലൊക്കാലിറ്റി എല്ലാം കാണാൻ പറ്റും. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ചെറുക്കി താഴെ പോയി. കൈവരിയെ കെട്ടി വെച്ചിട്ടുണ്ട്, കൈവരിയിലേക്ക് പിടിച്ചോടെ ഇറങ്ങാം. കൈവരിയിലേക്ക് പിടിച്ചോടെ ഇറങ്ങാൻ. മഴ വ്യൂ ഇതാണ്. എന്താ, നമ്മള് നല്ല പൊക്കത്തിലാണല്ലേ ഇങ്ങനെ. അവിടെ അല്ലേ നമ്മള് ചാടി പോണതുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരും ഇതുവഴി ചാടി പോകരുത്. നമുക്ക് ഇവിടുത്തെ ലൊക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് കണ്ടാലും ഇത് അനുകരിക്കരുത്. അടിപൊളിയല്ലേ? കോട അവിടെ ഇരിക്കട്ടെ. എടീ, ഒരു രക്ഷയില്ല കളിയാ. ഇത് കാറ് കണ്ട. ഇവിടെ വന്ന് നിക്കല് ഡേഞ്ചറാണ്. താഴെ കുഴിയാണ്. നമ്മള് ഭയങ്കര പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അമ്പോ, ഇത് കണ്ടോ? നെയ്റ്റിങ്ങിന് അവിടെ അല്ലേ? ഇതാണ് നെയ്റ്റിങ്ങിന്റെ സിറ്റി. കാണാമോ? ഇതാണ് ചെമ്പരത്തിയുള്ള പള്ളി. നെയ്റ്റിങ്ങിന് ഫുൾ കാണാൻ പറ്റും. നെയ്യാറല്ലേ അളിയാ അത്? ഈ കാണുന്ന നെയ്റ്റിങ്ങിന്റെ സിറ്റി എന്നല്ല സത്യം. കറുത്ത മേഘങ്ങൾ കണ്ട, ഈ കാർ മേഘം. ചെറിയ ചാറ്റില് മഴ. ഓ, അടുത്ത് നെയ്റ്റിങ്ങിലാണ് മഴ അങ്ങോട്ട് പോണ കണ്ട. മഴ അങ്ങോട്ട് നമ്മളപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം. അടുത്ത സ്പോട്ട്, നെക്സ്റ്റ് സ്പോട്ട്. അവിടെ ഉണ്ടല്ലേ? ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പുറത്ത് വന്നിട്ടുണ്ടല്ലേ? അവിടെ അജയ് വിളിച്ചോണ്ട് വരും. അവന് വിഷമം വരുമ്പോ ഇവിടെ വന്നിരിക്കും. ഇത് നെക്സ്റ്റ് സ്പോട്ട്. മഞ്ഞ് വരണുണ്ട്, മഞ്ഞ് എന്താ ഇതിന് ഇവിടെ ഫുള്ള് നിറയും അല്ലേ? അടിപൊളി മഞ്ഞ്. പോണ്. നൈറ്റ് നിന്ന് കഴിഞ്ഞാൽ പ്ലെയിൻ വരണം. കറക്റ്റ് ആവശ്യം ലാൻഡിങ് ആവുകയാണ്. അങ്ങനെ കാണാൻ പറ്റും. ആവശ്യം പ്ലെയിൻ പോകണോ അടിപൊളിയായിട്ടാണ്. ടവർ അതല്ലേ ടവർ? ഗുഹയിലോട്ട് പോയല്ല. ഓ, ഗുഹയിലോട്ട് പോവാം. ഇനി അടുത്ത് പോകണ ഗുഹ. ഇവിടെ ഒരു ഗുഹയുണ്ട്. ഓ, അതെനിക്കറിയാം. ഇവിടെ എത്ര സ്റ്റെപ്പ് കാണും? അയ്യോ, ഇവിടെ ഇത്രയേ ഉള്ളൂ അല്ലേ?
ഗൈസ് അതാണ് ഗുഹ. നമ്മൾ ഗുഹയിലോട്ട് എത്താറായി. ചെറിയല്ലേ ഇവിടെയൊക്കെ വരുമ്പോ മഴയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെ അഭിജിത്ത് ഞാൻ അമ്പാടി എല്ലാരും കാണുന്നേ. ഇതാണ് ടോർച്ചുകൾ കൊണ്ടുവരാനുള്ളത്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലേ? ഇറങ്ങാം നമുക്ക്. പേടിയാണ്. ടോർച്ച് എടുത്തില്ല, ടോർച്ച് കൊണ്ടുവന്നാണില്ലേ. ഓ ഇതാണ് ഗുഹ, അങ്ങ് പോവല്ലേ? കുറച്ച് ഓക്കെ ഓക്കെ. പാറടിയിൽ കരിച്ചു ആ മൂലയിലൊക്കെ ഉണ്ട്. കരിച്ച എന്താ നിറഞ്ഞില്ല. ഇനി താട്ടിറങ്ങാൻ പറ്റില്ലല്ലേ? ഇറങ്ങാൻ ഇതിൽ ചാടി പോകേണ്ടി വരും. ഇതിന്റെ വഴി നമ്മൾ ഉണ്ടാക്കി പോകേണ്ടി വരും. ഉൾക്കാടാണ്, നേരെ ആറ്റിന്റെ അങ്ങ് പോകും. ഫുള്ള് കാടാണ്, ഇങ്ങോട്ടൊന്നും കാണാൻ പോലും പറ്റില്ല. എവിടെയൊക്കെ എന്തൊക്കെ സൗണ്ട് കേൾക്കാം. അയ്യോ കരിച്ചല്ലേ? ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഫുള്ള് കരിച്ചാണ് ഇത്. ഇത് അൺഎക്സ്പെക്ടഡ് എൻട്രി ആണല്ല. ഞാൻ വീഡിയോ എന്തായാലും നോക്കൂ. ഞാൻ ഇന്നിവിടെ കിടക്കും വളർന്ന്. ദിസ് ഈസ് ഹൈലി ഡേഞ്ചറസ്. ഓക്കെ, ആരും ഇത് അനുകരിക്കല്. സത്യവും എടുത്തല്ലേ ഞാൻ ഇവിടെ താഴ്ചാർത്ത. ഇതോട് ചാടി പറഞ്ഞ ഞാൻ ലോക്കായല്ലേ സത്യം. ഇതെന്തിനു മരം വിളിച്ചത്? കാര് ഓ ഒന്നും അങ്ങ് പോണ്. കാട് നോക്കി നോക്കി എവിടെ കൂടെ ഓടാല്ലേ? ഓ ഇവിടെ ആര് വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവിടെ കയറിയാലേ, അവിടെ ഒരു വീക്ക് അപ്പുറത്ത് കയറി ഇവിടെ കോട്ടയട്ടോ. കളി നീ നോക്കളി, താഴെ ഭയങ്കര ഇതാണ്, പക്ഷെ ഒന്നും കാണാൻ പോലും പറ്റില്ലല്ലേ. തന്നെ ഇവിടെ മാറി വരാ തന്നെ. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക്. നേരത്തെ കണ്ട പള്ളി ഓടാളിയാ ചെമ്പരത്തുള്ള പള്ളിയല്ലേ? ഇറങ്ങി ആറ്റിയെത്താം. അടിപൊളിയല്ലേ? അക്ഷയ കോംപ്ലക്സ് ഉണ്ട് അവിടെ ഉണ്ട്. നേറ്റീവ് സിറ്റിയാണത്. ഇവിടം വിട്ട് നമ്മൾ തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ഈ വഴിയൊക്കെ ഇച്ചിരി ടാസ്ക. വഴിയല്ല ഇത്, നമ്മളെ വഴി വെട്ടി വന്നവന്മാരാ നമ്മൾ. തിരിച്ച് മേലെ
മഴ സമയത്ത് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ എടുക്കാം. ഇവിടെ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്ത കലാകാരൻ ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഈ ആർട്ട് വർക്ക് ചെയ്ത കലാകാരൻ ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. കലാകാരൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക. 1 2 3 4 5 6 നൂറ് പടി ഉണ്ടോ? നമ്മളിതിൻ്റെ മേളിലോട്ടാണ് പോകുന്നത്, അതായത് വന്നിട്ട് തിരിച്ചു പോകുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ആ ആകാശം? ഇരുണ്ട് കിടക്കുന്ന ആകാശം, ഏത് നിമിഷവും പെയ്യാവുന്ന മഴ. പ്രകൃതിയുടെ എല്ലാ ഭാഗവും നമ്മൾ കണ്ടിരിക്കണമെന്നാണല്ലോ. അത് മഴയായിരുന്നാലും വെയിലായിരുന്നാലും. മേളിലിവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഏത് കോവിലാന്നറിയത്തില്ല, ഒരു അമ്പലം കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മളുടെ യാത്ര തുടരാം. അത്രയും പടിയേറിയപ്പോഴത്തേനും കളന്നു കേട്ടോ, സത്യം. ഇവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റാണ്, കാഞ്ചിറ വ്യൂ പോയിൻ്റ്. മഴയായതുകൊണ്ട് നല്ല തെന്നലുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത് ഇവിടുത്തെ അടുത്ത വ്യൂ പോയിൻ്റ്. മഴ പെയ്തപ്പോഴത്തേനും അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്. മാങ്ങ ഉറക്കുകയാണോ? കിട്ടിയാ മാങ്ങ? കിട്ടിയാ? ഒരെണ്ണം തന്നെ ഉള്ളേ? പുറത്തെ ഉടുതൂക്കി മേലെ മാങ്ങ. ഫസ്റ്റ് വ്യൂ പോയിന്റാണിത്. അടുത്ത മഴയ്ക്ക് വേണ്ടി കാത്തു കിടക്കുന്ന കാർമികർ. നിങ്ങളിതെല്ലാം കാണുന്നില്ല, നിങ്ങളിതൊക്കെ കാണും. അങ്ങനെ എനിക്കും കിട്ടി മാങ്ങയുടെ ഒരു പീസ്. അങ്ങനെ തീരുന്നില്ല ഇവിടുത്തെ കാഴ്ച. അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നടന്നു വരുന്നവർക്ക് താഴെ തന്നെ സ്റ്റെപ്പ് കയറി, ഈ സ്റ്റെപ്പ് കയറി ഇവിടെ എത്താം. നമ്മൾ താഴെ തന്നെ കയറി ഇങ്ങ് വന്ന് നമുക്ക് മെയിൻ എൻട്രി പോയിന്റിലേക്ക് വരാം. കുറേ ഉണ്ട്. ഏറ്റവും മുക്കളത് അപ്പുറത്ത് നോക്കിയില്ല നമുക്ക് ഇതിന്റെ കാണാൻ പറ്റും. ഇവിടെ പുതുതായിട്ട് പണിയഴിപ്പിച്ച ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഉള്ള സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി എവിടെ പോയാലും ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. ചെമ്പരത്തി ഇപ്പൊ പണി നടന്നിട്ടിരിക്കുന്നതേ ഉള്ളൂ. കയറാവുന്നത് ലീഗലാണോ എന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഭംഗി കണ്ടിട്ട് കയറിയതാണ്. ഇതിങ്ങനെ റൗണ്ട്സ് അടിച്ച് നമുക്ക് കാണാൻ പറ്റും. സിംഹം ഉണ്ടെന്നാണ് ഷോക്ക് പറയുന്നത്. ഇത് വീഡിയോയിൽ കൂടെ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ. എന്നാൽ പോലും നേരിട്ട് വരണം. നേരിട്ട് വന്നാലേ എത്രമാത്രം നമുക്ക് ഫീൽ ആവുമെന്ന് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ് മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ. നോക്കി കാണാൻ ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൻ്റെ പടി. സെലിബ്രിറ്റി അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. സെലിബ്രിറ്റിയുടെ പേര് കിരൺ എന്നാണ്. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടുത്ത് പോകുന്നത് ഒരു ചെറിയൊരു കിണറുണ്ട്. ആ കിണർ കൊള്ളാമെന്നാണ് പറയുന്നത്. നമുക്ക് ആ കിണറിൻ്റെ വ്യൂ എന്തായാലും കാണാം. ഭയങ്കര വലിയ ഐതിഹ്യമുഖമുള്ള വറ്റാത്ത കിണർ. എത്ര വേനൽ വന്നാലും വറ്റത്തില്ല എന്നാണ് പറയുന്നത്. ശരി, എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മളുടെ കേരളത്തിലുള്ള ഒരു ഊരണം എന്ന് പറഞ്ഞാൽ പറക്കണം എന്ന് പറയുന്നില്ല അല്ലേ? അത് വേറൊരു കാര്യമാണ്. വീണ്ടും നമ്മൾ ഇന്ന് മേളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. കിണറിലേക്ക് പോകുന്ന വഴിയാണ്. വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മഴ സമയത്താണെങ്കിൽ, ഇനി അങ്ങോട്ട് മഴയാണല്ലോ അറിയാമല്ലോ. അപ്പോൾ എന്തായാലും തെന്നല് കാണും. ഇതാണ് കിണറെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്
നമ്മളുടെ അരിപ്പുറത്തെ വിശേഷങ്ങൾ. കൊടുതൂക്കിമല നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും പോക്കിരിത്തന്നെ കാണിക്കാൻ നിൽക്കരുത്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഈ പീഠത്തിൽ വെച്ചാണ് ഗുരു ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായി സംവദിച്ചത്. അഴിമതി 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 എന്താ മൊത്തം ടൈൽസ് മാർബിൾ വീഴുന്നത് അനങ്ങുന്നുണ്ട്. ഇത് 2-3 ഫില്ലറിന്റെ മേലാണ് ഇത് നീക്കുന്നത്. അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ നമ്മൾ പോണേണ്. ഇതൊരു വീഡിയോയിൽ ഇതുപോലെ മനോഹരമായ ഒരു സ്പോട്ടിനെ വീട്ടിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് വേണം എന്റെ പേര് ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ. മഴ